ചെങ്കോട്ട ഭീകരാക്രമണം അതുമായി നടന്ന പദ്ധതികളൊക്കെ കുറിച്ച് ശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ വൈറ്റ് കോളർ സ്ലീപ്ലെസ് സെല്ലുകളെ തുടച്ചു നീക്കാൻ കേന്ദ്ര ഏജൻസികൾ ശക്തമായ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ചാവേറായ ഉമറുമായി ബന്ധമുള്ളവരിലേക്കെല്ലാം അന്വേഷണം നീളുന്നുണ്ട്. ഈ ഉമർ ചെങ്കോട്ടയ്ക്ക് സമീപത്തെ ഒരു പാർക്കിംഗ് കേന്ദ്രത്തിൽ വെച്ച് ബോംബ് നിർമ്മിച്ചോ എന്നും NIA ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. മുൻകൂട്ടി അനുമതിയില്ലാതെ ആരോടും പറയാതെ തന്നെ നിരവധി ആളുകൾ സ്ഫോടനം നടന്ന ദിവസം അൽഫല സർവകലാശാലയിൽ നിന്നും പോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല. ഇങ്ങനെയുള്ളവർക്ക് ഈ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടോ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടോ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘവും ഹരിയാന പോലീസും എല്ലാം തന്നെ സംശയിക്കുന്നത്. സർവകലാശാലയിലെ ജീവനക്കാർ മാത്രമല്ല, അതിന് തൊട്ടടുത്ത് ദൗജ് എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. ആ ഗ്രാമത്തിലെ ചില ഗ്രാമവാസികളെയും അന്ന് തൊട്ട് കാണാനില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഹരിയാന പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ 2 പേരെ ഡോക്ടർ ഉമർ ഖാലിദും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയെയും പിടികൂടിയിരിക്കുന്നത്. ഇവർ സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സന്ദേശം അയച്ചു. ഒപ്പം അവിടെയുള്ളവരെയെല്ലാം ഭീകര സംഘടനകളുടെ ഭാഗമാകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സന്ദേശങ്ങൾ അയച്ചു. അത്തരത്തിൽ ഈ ഓൺലൈനിൽ ഭീകരവാദത്തെ സഹായമാകുന്ന വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തി എന്നുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗണ്ടർ ഇൻ്റലിജൻസ് ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഇവരെ വിശദമായി മറ്റ് ഡൽഹിയിലടക്കം എത്തിച്ച് ഒരുപക്ഷെ NIAയും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന് പുറമെയാണ് റായ്പൂരിലെ സംഭവം. റായ്പൂരിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെയാണ് അവിടുത്തെ സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായിട്ട് തന്നെ സമൂഹ മാധ്യമത്തിലൂടെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചാരണങ്ങൾ അവർ നടത്തിയിരുന്നു. ISIS ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് ഈ കുട്ടികളെ സംബന്ധിച്ച് പറയുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനി ജുവനൈൽ കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് അടുത്ത ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെയാണ് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള വിജയ് ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.